നമസ്കാരം. ഇന്ന് മകരം 1 പുതിയ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ടതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, കൂടാതെ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രശ്നവശാൽ നിങ്ങൾക്ക് ഈ മാസം അനുകൂലം തന്നെയാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്വന്തം കാലിൽ നിൽക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വളരെയധികം കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ദാമ്പത്യപരമായ പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അതെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പലപ്പോഴും മടി പിടിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരം അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ സാധിക്കുകയും അത് നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അഥവാ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അത് ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ ഈ മാസം മാറ്റങ്ങൾ വന്നു ചേരാം. പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയമായതിനാൽ, ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമായതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. പരമശിവന്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്കുണ്ട്. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കാരണം ഈ സമയം ഉത്തരവാദിത്തത്തോടെ പല കാര്യങ്ങളും ഏറ്റെടുത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാകുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പല കാര്യങ്ങളിലും പ്രകടമാക്കുന്നതായ വാശി ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ നേതൃഗുണം വന്ന് ചേരുന്നതായ സമയമാണ്. അത് പല പ്രതിസന്ധികളിലും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശക്തി നൽകുക തന്നെ ചെയ്യും. അറിയാത്ത കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയും തന്നെ ചെയ്യും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഏവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനും കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്താണ് എങ്കിലും ഐക്യം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ കുടുംബത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാധിക്കും. കൂടാതെ ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കാരണം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. സന്താനങ്ങൾ അല്ലെങ്കിൽ പങ്കാളി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. കാരണം പലവിധ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാ തന്നെയാണ് ഇവർ. കാരണം പല കാര്യങ്ങളും ഏറ്റെടുക്കും എങ്കിൽ പോലും അത് തീർക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. സർവകാര്യ വിജയങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം നേടുവാൻ സാധിക്കും. പ്രവർത്തിച്ചാൽ തീർച്ചയായും രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനും പുതിയ കാര്യങ്ങൾ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയാണ് എങ്കിൽ പോലും ശുഭകരമായ ഫലങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം.
കുടുംബജീവിതത്തിൽ സന്തോഷങ്ങൾ കടന്ന് വരാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തന ഊർജം നൽകുക തന്നെ ചെയ്യും. കാരണം മനസ്സിലെ പല ദുഃഖങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും. ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്ന മാസമായി തന്നെ മാറാം. ഇവർ മൂലം കുടുംബത്തിന് മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ പോലും ഇവർക്ക് അനുകൂലമായി തീരാം. വിജയങ്ങൾ പോലും വർദ്ധിക്കുകയോ നേടിയെടുക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് നീങ്ങുക. അവിട്ടം നക്ഷത്രക്കാർക്കും മകരമാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കുടുംബത്തിൽ പോലും മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തിക പരാധീനതകളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാനും സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിജയങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുന്ന സമയമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സർവകാര്യ വിജയങ്ങൾ തന്നെ ഏത് കാര്യത്തിലും നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം പല മാറ്റങ്ങൾക്കും വിധേയരായി തീരും. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സന്തോഷം, സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ഭാഗ്യം കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. കുടുംബത്തിൽ നിങ്ങൾക്ക് ഐക്യം കൊണ്ടുവരുവാൻ സാധിക്കും. ഏവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഇവർ മൂലം കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരാം. അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ കാര്യങ്ങൾ ഇവർ മൂലം വന്ന് ചേരാവുന്നതുമാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. ജോലിക്കായുള്ള ശ്രമങ്ങൾ പോലും വിജയം കാണാം. വിദ്യയിൽ ഉയർച്ച പോലും നേടുവാൻ സാധിക്കുന്ന സമയമായി തന്നെ ഈ മാസം മാറും. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ, ധനപരമായ പ്രയാസങ്ങൾ, പല കാര്യങ്ങളിലും മാനസികപരമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ പല തരത്തിലുള്ള വഴിത്തിരിവുകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം, വിജയങ്ങൾ പ്രകടമാകുന്നതായ സമയം തന്നെയാണ് ഇത്. പല സ്വപ്നങ്ങളും മനസ്സിലുണ്ട് എങ്കിൽ പോലും അത് നടക്കാത്തതായ സാഹചര്യമാണ് ഉള്ളത്. അതിൽ ചിലതെങ്കിലും പൂവണിയുവാനുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത വന്നു ചേരാം. കൂടാതെ പലവിധ ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. അതിൽ ചിലതെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുറത്ത് കാണിക്കുവാൻ സാധിക്കാത്തതായ വിഷമങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതുപോലും തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജം, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുരിതപൂർണമായ അവസ്ഥകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും ഉയർച്ച വന്നു ചേരാം. വീടിനും ഒപ്പം നിൽക്കുന്നവർക്കും സന്തോഷം, ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ്. പല കാര്യങ്ങളിലും പെട്ടെന്നുള്ള ഉയർച്ചയോ അല്ലെങ്കിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ്. കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. അല്ലെങ്കിൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവർക്കിടയിലോ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് ഈ മാസം പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സ്വന്തം കാലിൽ നിൽക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർ, അവരുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കഷ്ടതകൾ വളരെയധികം അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മടി പിടിച്ചിരിക്കുന്നതായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം.
ഏതൊരു കാര്യവും ഉത്തരവാദിത്തത്തോടെ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുന്നതായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ താൽക്കാലിക ജോലി ലഭിക്കുക, വിദ്യയിൽ ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നേട്ടങ്ങൾ ബിസിനസ് പരമായോ തൊഴിൽപരമായോ വന്നു ചേരാം. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഇത്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്ന മാസം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു മാസമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. സർവകാര്യ വിജയങ്ങൾ വന്നു ചേരാം. ഇറങ്ങുന്നതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നൽകുന്നതായ മാസമായി തന്നെ മാറാം. പുതിയ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അത് പല കാര്യങ്ങളിലും പ്രകടമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തിക കാര്യങ്ങൾ അല്പം കൂടി മെച്ചപ്പെടാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അത് കുടുംബത്തിനും നിങ്ങൾക്കും അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അശ്രദ്ധമായി ചെയ്യുന്ന കാര്യങ്ങളാൽ, പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാൽ ചെയ്യുന്ന കാര്യങ്ങളാൽ നിങ്ങൾക്ക് നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വന്നു ചേരാം. ആ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും രക്ഷപ്പെടാൻ സാധ്യതയുള്ള വഴികളാണ് തുറന്ന് ലഭിക്കുക. ജോലി ലഭിക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായി തീരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ മാസം മുന്നോട്ട് നീങ്ങുക. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി ഉയർച്ച ഇല്ലാത്തതായ അവസ്ഥയാണ് ഉള്ളത്. അല്ലെങ്കിൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ പോലും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിനാൽ നേട്ടങ്ങളില്ലാത്തതായ സാഹചര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ സ്വപ്നത്തിൽ പോലും കാണുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ വരെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ചില മാറ്റങ്ങൾ, അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പല മാറ്റങ്ങളും വന്നു ചേരും. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കും. വഴിത്തിരിവുകൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ഈ സമയം പൂവണിയുവാനുള്ള സാധ്യത കൂടുതലാണ്. ഭാവിയെക്കുറിച്ചുള്ള പല ആശങ്കകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടുതലായും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഭാഗ്യദോഷം ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയമാകുന്നു. പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വച്ചടി ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. താൽക്കാലികമായ ജോലി ലഭിക്കുക, സ്വർഗതുല്യമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തിക കാര്യങ്ങൾ പോലും അല്പം അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. കുടുംബസ്നേഹികളാണ് ഇവർ. കുടുംബത്തിന്റെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ അത് തൊഴിലിടത്തിലാണ് എങ്കിൽ പോലും വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരുന്ന സമയമാകുന്നു. ശുഭവാർത്തകൾ, ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. പൊതുപ്രവർത്തനം, ബിസിനസ്, വിദ്യ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുവാൻ സാധിക്കും. പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ഇവർക്ക് ഈ സമയം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം.
കൂടാതെ ഈ സമയം നേതൃഗുണം ഇവരിലേക്ക് വന്നു ചേരാം. പ്രതിസന്ധികളിൽ പെട്ടെന്ന് ഭയപ്പെടാത്ത വ്യക്തികൾ കൂടിയായി ഇവർ മാറുന്നതാണ്. കാരണം ഇവർക്ക് ശരിയായ രീതിയിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. അറിയാത്ത കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഏവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന നേതൃഗുണം ഇവരിലേക്ക് വന്ന് ചേരുന്നതാണ്. ബിസിനസ് പരമായും അല്ലാതെയും ഉയർച്ച വന്നു ചേരാം. ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. സന്താനയോഗം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ മംഗള കാര്യങ്ങളിൽ പോലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്നാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. സൗഭാഗ്യങ്ങൾ തേടിയെത്താവുന്ന ഒരു സമയം തന്നെയാണ് ഇത്. കാരണം ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയം പലവിധ വാശികൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. സ്വതന്ത്ര ചിന്താഗതിയോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അർഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ സാധിക്കും. തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സമയമായി ഭവിക്കാം. ഉയർച്ചയുടെ നാളുകൾ തന്നെ വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പ്രണയ സാഫല്യം, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുക, സന്താനയോഗം വന്നു ചേരുക, ധനലാഭം തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭാഗ്യം കടാക്ഷിക്കുന്നതായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു മാസം തന്നെയാണ്. പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കാരണം ഈ സമയം യശസ്, സൽകീർത്തി വർദ്ധിക്കാവുന്നതാണ്. തലവര തെളിഞ്ഞു എന്ന് തോന്നുന്നതായ, നിങ്ങൾക്ക് ബോധ്യം വരുന്നതായ പല കാര്യങ്ങളും ഈ സമയം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സർവകാര്യങ്ങളിലും വിജയങ്ങൾ നേടുക, പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുക, പുതിയ കാര്യങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക, സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിജയങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ്, അഥവാ വർദ്ധിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ തൊഴിലിടത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കും. അത് അധിക പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പൊതുപ്രവർത്തനം, ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വിദ്യയുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത അഥവാ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർ ഏവരും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കടുംപായസവും ഗണപതി ഹോമം കൂടി നടത്തുക. 2 വഴിപാടും ഒരുമിച്ച് നടത്തണം. അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാലയും അതോടൊപ്പം ഭാഗ്യസൂക്താർച്ചനയും കൂടി നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാകും. ശിവക്ഷേത്രത്തിൽ ധാര വഴിപാട് കൂടി നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്.